ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. 20,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആ റേഞ്ചിൽ വരുന്ന ഏക ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയുന്നത് ഐക്യൂടെ Z9S 5G എന്ന മോഡലാണ്. 20,000 രൂപ റേഞ്ചിൽ ഇപ്പം അതേ ഓൾമോസ്റ്റ് ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ റെഡ്മിയുടെ നോട്ട് 40 എന്നൊരു മോഡൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിലേത് വാങ്ങണം? ഓൾമോസ്റ്റ് എല്ലാവരും കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. അപ്പം ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്ത് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും, ഇതിലേതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേത് ഫോണായിരിക്കും സ്യൂട്ടാവുന്നുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടല്ലെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കാണുന്നതിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു 100-ൽ 2 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, അതായത് വെറുതെ ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് ഫോൺസിൻ്റെയും പ്രൈസ് സെഗ്മെൻറ്റ് പ്രൈസ് മാറിപ്പോയതാണ്. പ്രൈസ് ഇപ്പോൾ ഐക്യു Z9S ഒരു ബേസ് മോഡൽ എന്ന് പറയുന്നത് 8GB 128GB ആണ്. അതിൻ്റെ പ്രൈസാണ് 19,999. ഇനി റെഡ്മി ആണെങ്കിൽ അതിൻ്റെയും 8GB 128GB വേരിൻ്റെ പ്രൈസ് 19,999 ആണ്. പക്ഷേ അതിനൊരു ബേസ് മോഡൽ കൂടെ വരുന്നത്, അതായത് 6GB 128GB വേരിൻ്റെ കൂടെ അതിന് വരുന്നുണ്ട്. ഐക്യു അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 6GB 128GB മോഡലിൻ്റെ പ്രൈസ് 18,999, 19,000 രൂപയാണ്. അത് ഇതിനെക്കാട്ടി ഒരു 1,000 രൂപ കുറവാണ് അതിന് വരുന്നത്. ബട്ട് 8GB റാം വേരിയൻ്റ് നോക്കുമ്പോൾ രണ്ടും സെയിം പ്രൈസ് സെഗ്മെൻ്റ് ആണ്. യാതൊരു വിധത്തിലുള്ള വ്യത്യാസം പ്രൈസിൽ വരുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഈ റേഞ്ചിലൊക്കെ ഫോൺസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 8GB ഒക്കെ ഇപ്പോൾ എടുക്കുക. 6GB പോകാതിരിക്കുക, 8GB മിനിമം എന്ന രീതിയിൽ എടുക്കുക, 6GB ഒഴിവാക്കാൻ നോക്കുക. അപ്പം ആംബുലൻസ് ഇടയ്ക്കിടയ്ക്കാണ് ഒട്ടുമിക്ക വീഡിയോയിലും ആംബുലൻസ് പോകുന്ന സൗണ്ട് ഉണ്ടാവും. അത് ഹൈവേയുടെ സൈഡിലായതുകൊണ്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പം ആംബുലൻസ് പോയി. ദെൻ രണ്ടിൻ്റെയും ഡിസൈൻ ആൻഡ് ബിൽഡ്. ഐക്യു Z9S അറിയാലോ, ഒരു വിവോ V40 സീരീസിലൊക്കെ കണ്ട ഓൾമോസ്റ്റ് ആ ഒരു സെയിം ക്യാമറ സെറ്റപ്പും ബാക്കിലൊക്കെ കാണാൻ ഓൾമോസ്റ്റ് ആ ഒരു ലുക്കൊക്കെ തരുന്ന ഒരു മോഡലാണ്. ഇനി നേരെ റെഡ്മി ആണെങ്കിലും അവിടെ മോശമൊന്നും പറയാനില്ല. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല, കാണാൻ അത്യാവശ്യം രണ്ടും അത്യാവശ്യം നൈസ് ലുക്കിംഗ് ആണ്. റെഡ്മി ആണെങ്കിൽ ആ ഒരു ഐഫോൺ ടച്ചൊക്കെ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ രണ്ട് ഫോണിനും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്. ഇനി വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യു ഫോണിലാണെങ്കിൽ 180 ഗ്രാം വെയിറ്റും 7.5 mm തിക്നെസ്സും വരുന്നുണ്ട്. നേരെ റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ 190 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ്സും വരുന്നുണ്ട്. സോ ചെറിയ രീതിയിലുള്ള ഒരു വെയിറ്റും തിക്നെസ്സും കൂടുതലാണ് റെഡ്മി ഫോണിൽ എന്നല്ലാതെ അത് നമ്മൾ റിയൽ ലൈഫ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആയിട്ടൊന്നും നമുക്ക് ഫേസ് ചെയ്യാനില്ല. കാരണം രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, അങ്ങനെ വലിയ ഡിഫറൻസ് അതിലില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഞാൻ വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ചെറിയ രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് ഈ രണ്ട് ഫോണിലും IP64 IP റേറ്റിംഗ് ഒക്കെ തന്നെ രണ്ട് ഫോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് ഫോണും സെയിം ആണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആ കാര്യത്തിൽ പറയാനില്ല. ദെൻ ഡിസ്പ്ലേ ആണ്. ഐക്യുവിലാണെങ്കിൽ ഒരു 6.77 ഇഞ്ച് വരുന്നുണ്ട്. ഫുൾ HD പ്ലസ് അമോലഡ് ആയിട്ടുള്ള 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. കർവ്ഡ് ആയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. ഇനി റെഡ്മിയിലാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD അമോലഡ് ആയിട്ടുള്ള 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 2100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല. ഇതിലാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ സെക്ഷനും ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ ഡിഫറൻസ് ഡിസ്പ്ലേയുടെ കാര്യത്തിലും വരുന്നില്ല. ചെറിയൊരു പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഡിഫറൻസ്. അതൊന്നും വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ ആണെങ്കിലും ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ ഡിസ്പ്ലേ സെക്ഷനും നമുക്ക് രണ്ടും സെയിം ആയിട്ടൊക്കെ കൊടുക്കാം. ഒരു റിയൽ ലൈഫിൽ ഇതൊന്നും വലിയ ഡിഫറൻസ് ആയിട്ട് പറയാനില്ല. പിന്നീട് കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടെന്നേ ഉള്ളൂ. അതും മെയിൻലി പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്, കർവ്ഡ് വേണോ ഫ്ലാറ്റ് വേണോ എന്നുള്ളത്. അതും ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ കമൻറ്റ് ഇട്ട് പറയാറുണ്ടായിരുന്നു, അതായത് ബ്രോ അങ്ങനെ പറയേണ്ട, അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. കർവ്ഡ് ഇപ്പോൾ ചിലവർക്ക് കർവ്ഡ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫ്ലാറ്റ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാനിവിടെ കർവ്ഡ് ഉണ്ടായതുകൊണ്ട് അത് ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടും സെയിം സെറ്റപ്പ് തന്നെ പറയുന്നുണ്ട്. സോ രണ്ടും നല്ല ഡിസ്പ്ലേ ആണ്. അതിലും വലിയ രീതിയിലുള്ള ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ദെൻ ക്യാമറയാണ്. ഐക്യുവിലാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്.
16 MB ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. ഇനി റെഡ്മി ആണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, 2 MB ഒരു ഡെപ്ത് സെൻസറും റിയറിൽ കൊടുത്തിട്ടുണ്ട്. സോ 2 MB ഡെപ്ത് ആണ്. പിന്നീട് മറ്റേ മാക്രോ വരുന്നുണ്ട്. പിന്നീട് സെൽഫി ക്യാമറ ആണെങ്കിൽ 20 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതാണ് ക്യാമറ സ്പെസിഫിക്കേഷൻസ്. ഇനി വീഡിയോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐക്യൂലാണെങ്കിൽ 4K ആയിട്ട് 16 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡ്മി ആണെങ്കിൽ 1080p ആയിട്ട് 13 FPS വരെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ 4K പോലും കൊടുത്തിട്ടില്ല. ഫ്രണ്ട് ക്യാമറയിലും രണ്ടിലും 1080p മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ മെയിൻലി ക്യാമറ സെക്ഷനിൽ പറയാനുള്ളത് 8 MB അൾട്രാ വൈഡ് റെഡ്മി ഫോണിൽ വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഈ റിയൽമി 7 ഫോണിൽ 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഈ ഒരു ഫോണിലെടുത്ത ഈ ഒരു 8 MB അൾട്രാ വൈഡിലെടുത്ത ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. വാങ്ങിയ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കി എന്നല്ലാതെ അൽപ്പിന് ഞാൻ ഇതുവരെ ആ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല. വീഡിയോ ചില സമയത്ത് എടുത്തിട്ടുണ്ടാകും, കാരണം കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് അതിൽ കിട്ടും. പക്ഷേ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. 8 MB മാത്രമേ ഉള്ളൂ. ഒരു 15,000 രൂപയുടെ ഫോണായിരുന്നു അന്ന്. പക്ഷേ ഈ ഒരു അന്ന് ആ 15,000 രൂപയുടെ ഈ ഒരു ഫോണിൽ 4K 13 FPS അന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അത് വരുന്നില്ല. ഇപ്പോഴത്തുള്ള ഫോണിലൊക്കെ അങ്ങനെ വരുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, നിങ്ങൾ ആ 8 MB ക്യാമറയുള്ള ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. എനിക്ക് തോന്നുന്നില്ല അത് വെച്ചുകൊണ്ട് ആരും ഫോട്ടോ എടുക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ ക്യാമറ സെക്ഷനിൽ ബെറ്റർ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ ചൂസ് ചെയ്യുന്നത് 8 MB അൾട്രാ വൈഡ് വേണ്ട. എല്ലാത്ത രീതിയിൽ വീഡിയോ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ IQ ഫോണിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വീഡിയോ ഫുൾ HD എടുക്കുന്നതിനും കാട്ടിയും നല്ല ഡീറ്റെയിൽസോടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ അതും വെച്ചുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നല്ല രീതിയിലുള്ള ഷെയ്ക്ക് ആയിരിക്കും. അല്ലാത്ത രീതിയിൽ നോർമലായിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ട് എവിടെയെങ്കിലും ട്രൈപോഡിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിലോടെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കിട്ടുന്നതായിരിക്കും ഫുൾ HDയും കാട്ടിയും. സോ ക്യാമറ വൈസ് ഞാൻ പറയുന്നു ബെറ്റർ ക്യാമറ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് IQ ഫോണിലാണ്. ഫോട്ടോസൊക്കെ രണ്ടും സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. എന്നാലും ക്യാമറ റിവ്യൂസൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. സോ അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. ദെൻ അടുത്തതാണ് പെർഫോമൻസ്. IQലാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ഇനി നേരെ റെഡ്മിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7025 അൾട്ര എന്ന ചിപ്സെറ്റാണ് റെഡ്മി ഫോണിൽ വരുന്നത്. റെഡ്മി ഫോണിലെ ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞ ഒരു 4,70,000 ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. മറ്റ് IQലാണെങ്കിൽ ഓൾമോസ്റ്റ് 7 lakh ആൻറ്റു സ്കോറും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു പെർഫോമൻസ് ലെവൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. IQ ആണ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഈ റേഞ്ചിൽ തരുന്നത്. പിന്നെ LPDDR4X RAM USP 2.2 സ്റ്റോറേജ് ഒക്കെ തന്നെ രണ്ട് ഫോണിലും സെയിം ആണ്. നോ വലിയതായിട്ടുള്ള ഡിഫറൻസ് ആ കാര്യത്തിൽ പറയാനില്ല. പിന്നെ വിവോ ആണെങ്കിൽ ഫണ്ട് ചോയ്സ് 14 ആയിട്ടാണ് വരുന്നത്, മറ്റേലാണെങ്കിൽ ഹൈപ്പർ വോയിസ് ആണ്. രണ്ടിലും ആൻഡ്രോയിഡ് 14 ആയിട്ട് തന്നെയാണ് വരുന്നത്. സോ ആ കാര്യത്തിലും വലിയ ഡിഫറൻസ് പറയാനില്ല. പിന്നീട് അപ്ഡേറ്റ്, ഈ വിവോ ഫോണിലാണെങ്കിൽ ഒരു 2 വർഷത്തേക്കുള്ള മെയിനായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് അതിൽ വരുന്നുണ്ട്. സോ അത് 1 വർഷം കൂടുതൽ അധികം കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും വലിയ ഡിഫറൻസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. സോ പെർഫോമൻസിൽ ബെറ്റർ ആയിട്ട് വരുന്നത് IQ ഫോണാണ്. അതിലും ക്ലിയർ ആയിട്ടുള്ള വീണ്ടും IQ Z9S തന്നെയാണ്. ദെൻ ഫൈനലായിട്ടുള്ളതാണ് ബാറ്ററി സെക്ഷൻ ആണെങ്കിൽ IQ Z9Sലാണെങ്കിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 5110 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അതിലും വരുന്നുണ്ട്. സോ ബാറ്ററി കപ്പാസിറ്റിയിൽ ചെറിയ രീതിയിലുള്ളൊരു വേരിയേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അപ്പ് ഹാൻഡായിട്ട് നിൽക്കുന്നത് IQ ഫോണാണ്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് രണ്ടും സെയിം ആണ്. പക്ഷേ റെഡ്മിയിലൊരു ബേസ് മോഡൽ കൂടെ ഒരു 6GB RAM വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അധികം പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയൻ്റ് കൂടെ എക്സ്ട്രാ അവിടെ വരുന്നുണ്ട്. ബിൽഡ് ഡിസൈൻ ആ സെക്ഷൻ രണ്ടും സെയിം ആണ്, വലിയ ഡിഫറൻസ് അതിൽ പറയാനില്ല. ഡിസ്പ്ലേയുടെ ആ കാര്യത്തിൽ തന്നെയാണ്. പക്ഷേ കർവ് ഡിസ്പ്ലേ റെഡ്മി ഫോണിലുണ്ട്, റെഡ്മിയിലല്ല IQയിൽ കർവ് ഡിസ്പ്ലേ ഉണ്ട്, അത് നോക്കാം. ക്യാമറ സെക്ഷൻ അങ്ങനെ തന്നെയാണ്, രണ്ടും ഫോട്ടോ എടുക്കാനൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ വീഡിയോഗ്രാഫിയിൽ കുറച്ചും കൂടെ അപ്പ് ഹാൻഡായിട്ട് നിൽക്കുന്നത് IQ ആണ്. പെർഫോമൻസും IQ ആണ് ബെറ്റർ. ബാറ്ററി കപ്പാസിറ്റി കാര്യത്തിലും ചെറിയ രീതിയിലുള്ള IQ ബെറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ
ഓവറലായിട്ട് ഒറ്റ രീതിയിൽ ഏത് ഫോണാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iQOO Z9s 5G തന്നെയാണ് 20,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ. ഇപ്പോഴും സ്റ്റിൽ ബെസ്റ്റായിട്ട് വരുന്നത് iQOO Z9s തന്നെയാണ്. റെഡ്മി നോട്ട് 40 ഒട്ടും മോശമെന്നല്ല, എല്ലാ രീതിയിലും അത് പെർഫെക്ഷൻ ആണ്. ബട്ട് ചില കാര്യങ്ങൾ അതിൽ കുറവാണെന്നില്ല. ഇപ്പം പെർഫോമൻസ്, അതുപോലെ തന്നെ ക്യാമറ, ചെറിയ ഇപ്പോൾ ബാറ്ററി, അതൊക്കെ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ മാത്രമേ ബാറ്ററി കാര്യത്തിലൊക്കെ വരുന്നുള്ളൂ. സോ ബെസ്റ്റാണ് രണ്ടും. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പൈസക്ക് അത്രയ്ക്കും വാല്യൂ തരുന്നത് iQOO Z9s 5G തന്നെയാണ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.